എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മരതീഷ്. ഇന്ന് നമ്മൾ വിഭവസമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റും ഒരു ട്രൈ ചമ്മതി. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഇൻസ്റ്റൻറ്റ് റവയപ്പത്തിന് ആവശ്യമായി 2 കപ്പ് റവയിൽ 1/4 കപ്പ് തൈരും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഫ്രൂട്ട് സാൾട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഫ്രൂട്ട് സാൾട്ടിന് വരെ നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എഗ് റോസ്റ്റിന് ആവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയുടെ കഷ്ണങ്ങളും ചതച്ച 4 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽ മുളകും 3 സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകും ചേർത്ത് ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് മസാലകളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഒരു ഇടത്തരം തക്കാളിയുടെ കഷ്ണങ്ങളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തക്കാളി വേകുന്നത് വരെ 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മസാലയൊന്ന് റോസ്റ്റ് ആകുമ്പോഴേക്കും ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നും കത്തി കൊണ്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ടവില് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് മുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടകൾ ഓരോന്നും ഇതിലേക്കിട്ട് ഈ രീതിയിൽ മസാല പിടിപ്പിച്ചെടുക്കാം. ഗ്രേവി ഇപ്പം നല്ല റോസ്റ്റഡ് പരുവായിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ഇപ്പം നമ്മുടെ എഗ് റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് ചതച്ചെടുക്കാം. ഇനി കടുക് വറുക്കാൻ ആവശ്യമായി 1 ടീസ്പൂൺ എണ്ണയിൽ 1/4 ടീസ്പൂൺ കടുകും 3 ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങളും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ തോരൻ പരുവത്തിലാക്കിയെടുക്കാം.
ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനോ അപ്പച്ചട്ടിയോ ഉപയോഗിച്ച് അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് അപ്പം കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പവും ചമ്മന്തിയും എഗ് റോസ്റ്റും ചേർത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.